ചാനൽ. അപ്പോൾ നമ്മളിതാ പാട്ടൊക്കെ പാടി ഒരു കുട്ടി ഊട്ടി ട്രിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ സോങ് പ്ലേ ചെയ്യുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം അതാണ് ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ കഷ്ടപ്പെട്ട് പാടുന്ന ഈ പാട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പണ്ടത്തെ പാട്ടാണ്. ഏതാന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ ഗാനമേള കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴേക്ക് നേരം ഇതാ പരപരാന്ന് വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 4:30-5 മണി നേരത്തെ കണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ട്രാവലറിലാണ് നമ്മൾ പോകുന്നത്. ഞാനും എൻ്റെ അമ്മയുടെ ഫാമിലിയാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ പോവാണ്. നല്ല കോട കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ഫുൾ ഓണ് തന്നെയാണ്. ബാക്കി എല്ലാവരും എന്താ കുറച്ച് ഉറക്കം പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇരുന്ന് ബോറടിച്ചപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നിന്ന് പാട്ട് പാടാമെന്നൊക്കെ കരുതി. അങ്ങനെ പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഓണായപ്പോൾ ഞാനിതാ ഒരു ഉറക്കമൊക്കെ ഇറങ്ങി എണീറ്റു കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു ഗൈസ്. അതാണ് എൻ്റെ ഈ മുഖം കണ്ടപ്പോൾ മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ എവിടെയോ നിർത്തിയപ്പോൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടോ. ഏകദേശം ഊട്ടി ഏരിയയൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഗൂഡല്ലൂർ ഭാഗം അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കഫേ കണ്ടപ്പോൾ അങ്ങനെ നല്ല ചായയും പിന്നെ ചെറിയൊരു സ്നാക്കൊക്കെ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല തണുപ്പുള്ള ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചായ കുടിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് പറയാനായിട്ട് ഓർമ്മയില്ല. കാരണം 2-3 മാസമായിട്ടുണ്ട് ഈ ട്രിപ്പ് പോയി വന്നിട്ട്. പിന്നെ ഷൂട്ട് ചെയ്ത് വെച്ചതാണല്ലോ എന്ന് കരുതിയിട്ട് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗീ കേക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ വണ്ടിയിലൊക്കെ കയറി വീണ്ടും യാത്ര ആരംഭിച്ചു. ഇത് മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റോ അങ്ങനെ എന്തൊരു സംഭവം നമ്മൾ കിടക്കുകയാണ് അങ്ങോട്ട്. ഇനി നമുക്ക് ഇടയ്ക്ക് മാനിനെയും മാൻപേട കുഞ്ഞിനെയും ഒക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. ഭാഗ്യത്തിന് മാനിനെ കുറേ കണ്ടു. ഒരുപാട് മാനിനെ കണ്ടു കേട്ടോ. കൈ താത്ത് അമ്മേന്റെ കൈ താത്ത് ഇന്നോട് ചിരിച്ച സൂപ്പർ പിടിക്കാൻ വേണ്ടിയാ പിടിച്ചോ സൂപ്പർ. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ കുറച്ച് സ്ലോ ആക്കി ഇങ്ങനെ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സൈഡിലൊക്കെ മാനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരുപാട് മാൻകൂട്ടത്തൊക്കെ കണ്ടു. പക്ഷേ കടുവയൊക്കെ കാണാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും കടുവേൻ്റെ വാല് പോലും നമ്മൾ കണ്ടില്ല. പിന്നെ നമ്മൾ സിംഹവാലൻ കുരങ്ങനൊക്കെ കണ്ടു കേട്ടോ. അത് ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിഞ്ഞൂടെ, അവിടെ ഒരു മരത്തിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിംഹവാലൻ കുരങ്ങനെയും കണ്ടു. അതാ ഈ സൈഡിൽ കണ്ടോ ആ കുരങ്ങനെ കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവർക്കും. കാരണം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു സങ്കടം ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാക്കൊക്കെ ചെയ്തിട്ട് ഉപ്മാവും പിന്നെ ചായ പഴമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ള ലൊക്കേഷൻ കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാർഡനാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡൻ ആയിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി നല്ലൊരു ആംബിയൻസും ഏരിയാസൊക്കെ ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു. അതാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇവിടുന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. വെയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പുണ്ട് എന്നാൽ വെയിലുണ്ട്. ആ ഒരു കണ്ടീഷനായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലമുണ്ട് അങ്ങനെ കണ്ട് നടക്കാനായിട്ട്. എത്രയോ ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ ഇതുപോലൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ആ വ്യൂ നന്നായിട്ട്, ആ ഗാർഡൻ മൊത്തം വ്യൂ നമുക്ക് അതിലും മുകളിൽ നിന്ന് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരും വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോഴേക്ക് ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഒരു ഏരിയ കിട്ടിയപ്പോൾ ഫുഡ് കഴിക്കുക കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി. ഫുഡും നമ്മൾ ഉച്ചത്തേക്കുള്ള ലഞ്ചൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ചോറും ചിക്കൻ ഫ്രൈ, അതുപോലെ മോരുകറി, ചമ്മന്തി, അച്ചാർ, ഇത്രയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൊതിച്ചോറാക്കി കൊണ്ടുവന്ന ട്രിപ്പൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയാൽ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. നല്ല രുചിയിൽ കഴിക്കുകയും ചെയ്യുക. വേറൊരു ഫീലാണേ.
നമ്മൾ വാഴയിലയിലും പത്രത്തിലൊക്കെ പൊതിഞ്ഞിട്ടാട്ടോ. അങ്ങനെ വാഴയിലൊക്കെ ആയപ്പോൾ നമുക്ക് അവിടെ ഇടാൻ പറ്റി. പ്ലാസ്റ്റിക് ആണെങ്കിലും അങ്ങനെ നമ്മൾ ഇട്ട് പോരാനൊന്നും പറ്റില്ല. നമ്മൾ നേരത്തെ ഉപ്പുമാവ് കഴിച്ചാൽ അതൊക്കെ നമ്മൾ വേസ്റ്റ് നമ്മൾ കവറിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പൈൻ ഫോറസ്റ്റിലൂടെയൊക്കെ പോയി ഇത് വേറെ സ്ഥലമാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഊട്ടിയിൽ പോകുമ്പോഴുള്ള കുറച്ച് ഷൂട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ സൂയിസൈഡ് പോയിന്റ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സ്ഥിരമായിട്ട് പോകുന്ന ഏരിയസൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അതല്ലാണ്ട് അധികം നമ്മളങ്ങനെ കാണാത്തതിൽ കേൾക്കാത്ത കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതിലൊരു സ്ഥലമാണിത്. ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നടന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തേതായിട്ടുള്ള ടൈപ്പ്. അങ്ങനെ കുറച്ച് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി. ഇത് കോഫി വാങ്ങിക്കൊണ്ടുവന്നാണ് അനിയത്തി. ഈ ഒരു കുഞ്ഞ് ഗ്ലാസ്സാണ് ഇത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലത്തെ കുഞ്ഞ് ഗ്ലാസ്സാണ്. ഈ ഒരു കോഫിക്ക് എനിക്ക് തോന്നുന്നു 30 രൂപ എങ്ങാണ്ട് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. ഇത് നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് കേട്ടോ. എനിക്കിത് വാങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര കളക്ഷൻസ് ഉണ്ടായപ്പോൾ ഇതിലേത് എടുക്കുന്നായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. അങ്ങനെ ഇവിടുന്ന് എല്ലാവരും കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. ഇത് കാടമുട്ട ഇതുപോലെ ഒരു ടൈപ്പ് ഉണ്ണിയപ്പ ചട്ടിയിലൊക്കെ വെച്ച് സ്റ്റിക്കിൽ വെച്ച് തരുന്നതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ വന്നിട്ട് ഇതൊരു ഐറ്റം, കുറേ മസാല ഐറ്റംസും വെജീസും കടലയൊക്കെ വന്നിട്ടുള്ള ഐറ്റമാണ്. ഇതും ഓക്കെയാണ്, എനിക്ക് വലിയ ലൈക്കായില്ല കേട്ടോ. ഇതാണ് നമ്മുടെ കാടമുട്ടയുടെ ഈ ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ടേസ്റ്റ് ആയിരുന്നേ. ഞാൻ വീട്ടിലെത്തിയിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് കരുതിയിട്ട് ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഈവനിങ് ഒക്കെ ആവാറായി തുടങ്ങി. പിന്നെ നമ്മളൊരു ടീ പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എത്തിയപ്പോൾ അടിപൊളി വൈബായിരുന്നു, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ മേക്കപ്പ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആകെ ടാൻ അടിച്ചൊരു കഥയായിട്ടുണ്ട്. ഈ ഒരു ഐറ്റത്തിൽ ഞാൻ കയറി കുടുങ്ങിയെന്ന് വേണം പറയാനായിട്ട്. കാണുമ്പോൾ സിമ്പിളാ തോന്നും, പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെ പറ്റണില്ലായിരുന്നു. കാലിതിനുള്ളിൽ കുടുങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഒപ്പം കൂടെ ആയിരുന്നു കേട്ടോ ഈ പരിപാടി ഉണ്ടായിരുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വരാണ്ട് കൂനൂർ പോകാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ കറക്റ്റ് ടൈമിന് എത്താൻ പറ്റാത്ത കാരണം നമ്മൾ ആ ഒരു പ്ലാൻ സ്കിപ്പാക്കിയതാണ്. ഇതിനിടയിൽ നമ്മൾ 1-2 വേറെ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെൻ്റെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ ഒരു തൊട്ടപ്പേട്ട എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ലാസ്റ്റ് നമ്മളിതാ വന്നിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഈവനിങ് ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും നല്ല തണുപ്പായി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മൾ നല്ല ഒരുപാട് ഫുഡുകൾ കഴിച്ചു കേട്ടോ. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് നമ്മൾ ട്രൈ ചെയ്തു. കുറേ ഫ്ലേവേർഡ് ചായകളും അതുപോലെ ഇതൊക്കെ അവരുടെ ഇവിടുത്തെ ഓരോ സ്ട്രീറ്റ് ഫുഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സ്പൈസി ആയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ ചിക്കൻ ന്യൂഡിൽസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകുമ്പോൾ എനിക്ക് ഫുള്ള് വൊമിറ്റിങ്ങും കാര്യമായിരുന്നു. അതല്ലെങ്കിലും ഞാൻ ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ വലിയ സീൻ ഉണ്ടായിരിക്കില്ല, വരുമ്പോൾ എനിക്ക് ഭയങ്കര സീനാണ്. ഞാൻ ഈ ഫുഡ് കഴിച്ചതെല്ലാം ഛർദ്ദിക്കുക. ഫുഡിൻ്റെ മാത്രം കുഴപ്പമില്ല, എനിക്ക് പൊതുവെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന കൂട്ടത്തില്ല. അങ്ങനെ ആകെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ ലാസ്റ്റ് ഈ ഒരു ക്യാപ്പ് വാങ്ങിട്ടോ. ഇതിന് വന്നിട്ട് വെറും 30 രൂപ എങ്ങാണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.